ഇനിയിപ്പോൾ എല്ലാവർക്കും എക്സാമിൻ്റെ സമയമായില്ലേ. എല്ലാവരും കൂടുതലായിട്ട് നോക്കുക എങ്ങനെയാണ് കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. ഈസി വേ ടു സ്റ്റേ ഫോക്കസ്ഡ് വൈൽ സ്റ്റഡി. പഠനത്തിൽ ശ്രദ്ധ നേടാനുള്ള മാർഗങ്ങൾ. പെട്ടെന്ന് തന്നെ പഠിക്കണം, എളുപ്പത്തിൽ പഠിക്കണം, ഓർമ്മ നിൽക്കണം. ഈ മൂന്ന് കാര്യമല്ലേ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. അതിനുള്ള ചെറിയ ടിപ്സ് എല്ലാം പറഞ്ഞുതരാം കേട്ടോ. സിമ്പിൾ മോട്ടിവേഷണൽ ഐഡിയാസ് ആണ്. സ്റ്റാർട്ട് സ്മോൾ, ടെൽ യുവർ സെൽഫ് ജസ്റ്റ് 15 മിനിറ്റ്സ്. ആ 15 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്നുള്ളത് ക്വിക്ക് നോട്ട്സ് ആയിട്ട് എഴുതി വെക്കാം. ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ അതിൻ്റെ മേലെ ചെറിയൊരു ക്വിക്ക് നോട്ട്സ് ഫിക്സ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്നുള്ളത് 15 മിനിറ്റ്സിൽ ആ ഒരു ചാപ്റ്റർ കഴിക്കാൻ നോക്കാം. മോസ്റ്റ് ഓഫ് ദ ടൈം വൺസ് യു സ്റ്റാർട്ട് യു വിൽ കണ്ടിന്യൂ. ആ ഒരു 15 മിനിറ്റ്സ് നമ്മൾ വിചാരിച്ചാലും 30 മിനിറ്റ്സ് നമ്മൾ ചിലപ്പോൾ അവിടെ ഇരുന്ന് പഠിച്ചു എന്ന് വരാം. മേക്ക് ഇറ്റ് ടൈനി ഗോൾ. ചിലപ്പോൾ ബിഗ് ബിഗ് ഗോൾസ് വർക്ക് ചെയ്യാത്ത സമയത്ത് ടൈനി ഗോൾസ് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മോസ്റ്റ് പ്രോബബ്ലി വർക്ക് ചെയ്യും. 1 ചാപ്റ്റർ ഫിനിഷ് ചെയ്യുമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 10 മാത്ത് പ്രോബ്ലംസ്, അത് അല്ലെങ്കിൽ 5 ന്യൂ വേർഡ്സ്. What happens now when you finish small goals, it gives you super confidence. ഒരു ക്വിക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് അവിടെ കിട്ടും. റിമൂവ് ഡിസ്ട്രാക്ഷൻസ്. ഓക്കെ, എക്സാം ആണ്, കുറച്ച് ദിവസം വേണ്ടോ നമുക്ക് ഫോണൊക്കെ ഒന്ന് കീപ്പ് അവേ ചെയ്യാം, ഫോൺ ഒന്ന് മാറ്റി വയ്ക്കാം, നമ്മൾ വീഡിയോ കണ്ടിരിക്കുന്നത് ഒന്ന് ഒഴിവാക്കാം, ടി വി ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് ഡിസ്ട്രാക്ഷൻ തരുന്നത് നമ്മുടെ ടേബിളിൽ കുറേ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന സാധനങ്ങളാവും. ആ ഡിസ്ട്രാക്ഷൻസ് എല്ലാം മാറ്റി നമ്മുടെ ടേബിൾ ക്ലീൻ ചെയ്യാം. അപ്പോൾ 3 ടിപ്സ് കിട്ടിയില്ലേ. ഇനി ഫോർത്ത് വൺ, റിവാർഡ് യുവർ സെൽഫ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അപ്പം നമ്മൾക്ക് ആരും ഇപ്പോൾ റിവാർഡും ട്രോഫി ഒന്നും തരാനില്ല. പഠിച്ചു കഴിഞ്ഞത് ചിലപ്പോൾ ആരും ശ്രദ്ധിക്കണ തന്നെ ഉണ്ടാവില്ല. അപ്പോൾ 10 മിനിറ്റ്സ് എന്തെങ്കിലും ഹെൽത്തി ഗെയിംസ് കളിക്കാം, എന്തെങ്കിലും നമ്മുടെ മൈൻഡിനെ ബൂസ്റ്റ് ചെയ്യണം, എന്തെങ്കിലും ക്വിക്ക് വാക്കിംഗ് നടത്താം, ചെറിയ ഷോർട്ട് വാക്കിംഗ് നടത്താം, ചെറിയ സ്നാക്കൊക്കെ കഴിക്കാം, ഒന്ന് റിഫ്രഷ് ആയിട്ട് വരാം. യൂസ് എ ടൈമർ. ഇനി കുറേ നേരം ഇരുന്ന് പഠിച്ച് ബോറടിക്കുന്ന ആൾക്കാരാണെങ്കിൽ 25 മിനിറ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് കൂടാൻ പാടില്ല കേട്ടോ. ടൈമർ കീപ്പ് ചെയ്തിട്ട് അത് നമ്മുടെ മൈൻഡ് റിഫ്രഷ് ചെയ്യാനായിട്ട് സഹായിക്കും ഈ 5 മിനിറ്റ് ബ്രേക്ക് എന്നുള്ളത്. റിമെമ്പർ വൈ യു ആർ സ്റ്റഡിങ്. എന്തിനാണ് നമ്മൾ പഠിക്കുന്നതെന്ന് എപ്പോഴും മൈൻഡിൽ ആലോചിക്കാം. ഇഫ് യു വോണ്ട് ടു ഗെറ്റ് ഗുഡ് മാർക്സ്, ദാറ്റ് ഈസ് യുവർ ക്വിക്ക് മോട്ടിവേഷൻ. ഓക്കെ, ഐ വോണ്ട് ടു ഗെറ്റ് ദ ഗുഡ് മാർക്സ് എന്നുള്ളത്. ഇനി കോൺഫിഡൻസ്, ക്ലാസ്സിൽ കോൺഫിഡൻസ് കൂട്ടാനാണോ ഞാൻ പഠിക്കുന്നത്, നമ്മുടെ ഫ്യൂച്ചർ ഡ്രീംസ് അച്ചീവ് ചെയ്യാനാണോ പഠിക്കുന്നത്? സോ ദ വൈ ക്വസ്റ്റ്യൻ മസ്റ്റ് ബി ഇൻ യുവർ മൈൻഡ്. Okay, I have to answer this question so that it gives more motivation for my studies. Knowing the reason gives energy that ലേസിനെസ് ഹിറ്റ്സ്. നമ്മുടെ ലേസിനെസ്സിനെ ഹിറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു എനർജിയാണ് ഇത്തരം ഈ വൈ ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യുക എന്നുള്ളത്. യുവർ എഫേർട്സ് മാറ്റർ ഈവൻ ഇഫ് നോ വൺ ഇസ് വാച്ചിങ്. നിങ്ങൾ പഠിക്കുന്നത് ആരും കണ്ടില്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ചെറിയ എഫേർട്സ് നമ്മളെ ആ സക്സസ്സിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. യുവർ എഫേർട്സ് മാറ്റർ ഈവൻ ഇഫ് നോ വൺ ഇസ് വാച്ചിങ്. ദേ ആർ ബിൽഡിങ് യുവർ സക്സസ്. നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മൾ ആരും കാണാത്തപ്പോൾ പോലും നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മുടെ റിസൾട്ട് സക്സസ് ആണ്. യു ആർ ദ വിനർ. ഇനി കുറച്ചും കൂടി പോയിന്റ്സ് പറഞ്ഞുതരാം. ക്രിയേറ്റ് എ റുട്ടീൻ. ഒരു റുട്ടീനൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, ചെറിയ ചെറിയ റുട്ടീൻസൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സ്റ്റഡി അറ്റ് ദ സെയിം ടൈം എവറി ഡേ. ഒരേ സമയത്ത് തന്നെ ആ പഠനം നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കാം. ആക്റ്റീവ് ലേണിംഗ്. നമ്മളിങ്ങനെ ചുമ്മാ പുസ്തകം ഇങ്ങനെ മറച്ചു വിട്ടിട്ട് കാര്യമില്ല. ഡോണ്ട് ജസ്റ്റ് റീഡ്, യു ഹാവ് ടു ടേക്ക് നോട്ട്സ്, മേക്ക് ഡയഗ്രാംസ്, ക്വിസ് യുവർ സെൽഫ്, ആസ്ക് യുവർ സെൽഫ് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ദാറ്റ് ഐ ഹാവ് ലേൺ ഫ്രം ദിസ് പേജ്. അതങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് സ്റ്റിക്സ് ബെറ്റർ. നമ്മളെ കൂടുതലായിട്ട് ആ ആക്റ്റീവ് ലേണിംഗ് മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൂടുതൽ ഓർമ്മിക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. യൂസ് പോസിറ്റീവ് സെൽഫ് ടോക്ക്. Say like this, like I can do this, I will do little better today than yesterday. ഇന്നലത്തേക്കാളും ബെറ്ററായി ഞാൻ പഠിച്ചിട്ടുണ്ട്, പഠിച്ചിരിക്കും, അങ്ങനെയൊക്കെ പറയാം. പിന്നെ വിഷ്വലൈസ് സക്സസ്. ഇമാജിൻ ഗെറ്റിംഗ് ഗുഡ് ഗ്രേഡ്സ്. നല്ല മാർക്ക് കിട്ടുന്നു എന്ന് ഇമാജിൻ ചെയ്യുക. ഫിനിഷിങ് ഹോംവർക്ക് ഏർലി ഓർ അണ്ടർസ്റ്റാൻഡിങ് ഹാർഡ് ടോപ്പിക്. ഇന്ന് ഇതെല്ലാം ഞാൻ ചെയ്തിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട് ചെയ്തിരിക്കും. ഇനി ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക് ഞാൻ പഠിച്ചിരിക്കും എന്നെല്ലാം വിഷ്വലൈസ് ചെയ്യുക. സക്സസ്സിനെ വിഷ്വലൈസ് ചെയ്യാം. പിന്നെ ഒരേ സബ്ജക്റ്റ് പഠിച്ച് നിങ്ങൾക്ക് ബോറടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ സബ്ജക്റ്റ് മിക്സ് ചെയ്യുക. സ്വിച്ച് ബിറ്റ്വീൻ സബ്ജക്ട്സ്. മാത്തമാറ്റിക്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് പഠിച്ച് കുറച്ച് ബോറടിച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററി പഠിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസ് പഠിക്കാം. കുറച്ച് ലൈറ്റ് സബ്ജക്റ്റായി ഇംഗ്ലീഷ് വായിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇംഗ്ലീഷ് വായിക്കാം, മലയാളം വായിക്കാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ മലയാളം വായിക്കാം, ഹിന്ദി വായിക്കാം. ഇപ്പോൾ ലാംഗ്വേജസ്, ഒരു മെയിൻ സബ്ജക്റ്റ് പഠിച്ചിട്ട് ഒരു ലാംഗ്വേജ് പഠിക്കാം.
അങ്ങനെ. അല്ലെങ്കിൽ നമുക്ക് ഹിസ്റ്ററിയും SST സോഷ്യൽ സ്റ്റഡീസ് പഠിക്കാൻ ഇഷ്ടമുള്ളതാണെങ്കിൽ ഒന്ന് സ്വിച്ച് ചെയ്ത് കളയാം. സ്വിച്ച് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ബോർഡ് മാറിക്കിട്ടും. എന്തായാലും എക്സാം ടൈം അല്ലേ, പഠിക്കുക എന്നുള്ളത്, പഠിക്കുക മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ടീച്ച് സം വൺ എൽസ്, അതൊരു ബെസ്റ്റ് ഐഡിയ കേട്ടാ. നമുക്ക് ആരെങ്കിലും ടീച്ച് ചെയ്യുക, നമ്മൾ ആരെങ്കിലും പഠിപ്പിക്കുക. എക്സ്പ്ലെയിൻ വാട്ട് യു ലേൺ ടു എ ഫ്രണ്ട് ഓർ ഫാമിലി മെമ്പർ. ടീച്ചിങ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് വേ ടു ലേൺ. അത് നമ്മൾക്ക് നന്നായിട്ട് പഠിക്കാനുള്ള ഒരു ബെസ്റ്റ് വേ ആണ് ടീച്ചിങ് എന്നുള്ളത്. ചില കുട്ടികളുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്, ഡോൾസിനെയൊക്കെ പഠിപ്പിക്കുക, ഡോൾസിനൊക്കെ പേരിട്ടിട്ട് അവരുടെ അടുത്ത് നമ്മൾ പഠിച്ചത് പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയോട് പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചേച്ചിയോട് പറയാം, ചേട്ടനോട് പറയാം, അനിയത്തിയോട്, അനിയനോട്, അച്ഛനോട്, ആരുടെടുത്തെങ്കിലും നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫ്രണ്ടിനോട് പറയാം, this is what I learned. So it is a repeated learning, or try to teach them, this is how, this is what, and this is how this happens. അല്ലെങ്കിൽ നമുക്ക് ഒരു സ്ട്രക്ചർ പഠിക്കാനുണ്ട്, ഒരു ഡയഗ്രാം പഠിക്കാനുണ്ട്, ആ ഡയഗ്രാം വരച്ച് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഇറ്റ് വിൽ ബി ഫൺ ഫോർ യു. I really promise it's fun for you, and like they feel they are learning, അല്ലെങ്കിൽ അവർ പഠിച്ച കാര്യം പറയാന്നുള്ളത് അവർക്ക് തോന്നും. പിന്നെ track your progress. Use small chart or checklist. Seeing goals checked off, it's motivating. ഒരു പേപ്പർ എടുക്കാം, എന്നിട്ട് ഒരു ഫെബ്രുവരി നെക്സ്റ്റ് മന്ത് തുടങ്ങാൻ ഒരു പ്ലാനിങ് ചെയ്യുക. ഈ 20 ഡേയ്സിൽ, 17 ഡേയ്സിൽ, 16 ഡേയ്സിൽ ഞാൻ എന്താ ചെയ്യാൻ പോണു, ഈ 10 ഡേയ്സിൽ എന്താ ചെയ്യാൻ പോണു. മാത്ത്, ഇംഗ്ലീഷ്, സയൻസ്, സോഷ്യൽ ഡേയ്സ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സബ്ജക്ട്സിന് നമ്മൾ കോലമാക്കിയിട്ട് തിരിച്ചിട്ട് ഡേറ്റ് ഇട്ട് വയ്ക്കുക. ഇന്ന ഡേ ഇത് എത്ര ഞാൻ പഠിച്ചു, എത്ര അവേഴ്സ് പഠിച്ചു എന്നുള്ളത് ടിക്ക് ഇട്ട് വയ്ക്കാം. അവേഴ്സ് ഇല്ലെങ്കിലും ഇന്ന സബ്ജക്റ്റ് പഠിച്ചത് ടിക്ക് ഇട്ട് വയ്ക്കുക. അതൊരു സെൽഫ് ചെക്കിങ് ആണ് കേട്ടോ. എവറി ലിറ്റിൽ എഫേർട്ട് കൗണ്ട്സ്. നിങ്ങളുടെ ഏത് ചെറിയ എഫേർട്ടായാലും ഇറ്റ് കൗണ്ട്സ്. ഈവൻ ഇഫ് ഇറ്റ് ഫീൽസ് സ്മോൾ ടുഡേ, ഇറ്റ് ബിൽഡിങ് യുവർ സ്കിൽ. ഓക്കെ, നമ്മൾ എന്ത് കുറച്ച് കാര്യം പഠിച്ചാൽ ഇറ്റ് ബിൽഡ്സ് യുവർ സ്കിൽസ്, യുവർ കോൺഫിഡൻസ് ആൻഡ് യുവർ ഫ്യൂച്ചർ. സോ കീപ് ലേണിംഗ്. സക്സസ് ഈസ് യുവേഴ്സ്.